ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്കാണ്. അഴൂർ ശ്രീ ഭഗവതി ക്ഷേത്രമാണ് അത്. അവിടെ ഇന്ന് ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് പൊങ്കാലയാണ്. അപ്പോൾ നമ്മൾ ഫാമിലിയായി എല്ലാവരുമായിട്ട് ഇങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്യുകയാണ്. ഇന്ന് പൊങ്കാലയോടുകൂടി ഉത്സവം ആരംഭിക്കുന്ന ദിവസമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്ത് ഏകദേശം 27 കിലോമീറ്റേഴ്സ് ഉണ്ട് അഴൂർ എന്ന സ്ഥലത്തേക്ക് പോകാൻ. വളരെ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു സ്ഥലമാണ്. ഒത്തിരി പഴക്കം ഉള്ള, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. ഭഗവതിയാണ് അവിടുത്തെ പ്രതിഷ്ഠ. ഭദ്രകാളി ശാന്തസ്വരൂപിണിയായിരിക്കുന്ന അമ്പലമാണത്. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റേഷൻ കടവ് വഴിയാണ് പോകുന്നത്. അവിടെ റെയിൽവേ ക്രോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുമായിരുന്നു. ട്രെയിന് വന്നു. ട്രെയിന് പോയി കഴിഞ്ഞ ഉടൻ തന്നെ ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും യാത്ര ആരംഭിക്കാം. അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞു. അമ്പലത്തിൽ കൊടിയേറുന്ന ദിവസമായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പൂജകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ 8-9 തലമുറയ്ക്ക് മുമ്പ് വരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. അതിൻ്റെ പരമ്പരയിൽപ്പെട്ട കുടുംബാംഗങ്ങൾ ഇപ്പോൾ ഒരു വലിയൊരു ശാഖയായി ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുകയാണ്. പരസ്പരം ആർക്കും തന്നെ അറിയില്ല. അപ്പോൾ നമുക്ക് ചുരുക്കം ചില ആൾക്കാരെയൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മളെ കുടുംബവുമായി വളരെയധികം സാമ്യതകൾ, രൂപസാദൃശ്യങ്ങളിലുള്ള ആൾക്കാരാണ് കൂടുതൽ. അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. വളരെ പൗരാണികമായ അമ്പലമാണ്. ചെറിയൊരു മൂല കുടുംബമായിരുന്നു. അവിടെ നിന്ന് പ്രതിഷ്ഠ ഇങ്ങോട്ട് മാറ്റിയതാണ്. അപ്പോൾ അഴൂറമ്മ എന്ന് പറയുമ്പോൾ വളരെ ശക്തിമതിയായ ദേവിയാണ്, ഭദ്രകാളിയാണ്. ശാന്തസ്വരൂപിണിയായിരിക്കുന്ന ഭാവത്തിലാണ് ദേവി. അപ്പോൾ ഉത്സവത്തിൻ്റെ കൊടിയേറ്റ് ചടങ്ങുകളാണ് നടക്കുന്നത്. അപ്പോൾ കാപ്പ കെട്ടി കൊടി ഉയരുമ്പോൾ ഉത്സവം കൊടിയേറി കഴിഞ്ഞു. അതിനുശേഷമാണ് ഉത്സവത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പൂജകൾ തന്ത്രിയുടെ കാർമ്മികത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഴൂർ അമ്മയുടെ അനുഗ്രഹം നാടെങ്ങും എത്തും. ഇത് കൊടിയേറി കഴിയുമ്പോൾ നാടെങ്ങും ആ അനുഗ്രഹം അമ്മ നൽകുമെന്നാണ് വിശ്വാസം. വളരെ പൗരാണികമായ ഒരു അമ്പലമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമുള്ളൊരമ്പലമാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തി പോകുന്നൊരമ്പലമാണ്. അപ്പോൾ കാപ്പുകെട്ട് ചടങ്ങുകൾ അടുത്ത് കൊടി കയറുന്ന ചടങ്ങാണ്. കൊടിമരത്തിലേക്ക് കൊടി പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉത്സവത്തിന് തുടക്കമായി. അതിൻ്റെ നവഗ്രഹ സങ്കല്പത്തിലുള്ള പൂജാ ചടങ്ങുകൾ തന്ത്രി നടത്തുകയാണ്. അപ്പോൾ അത് നമുക്ക് നേരിട്ട് കാണുന്നതിന് ഒരു മഹാഭാഗ്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ദേവിയുടെ അനുഗ്രഹം നമുക്ക് പൂർണ്ണമായി ലഭിക്കുമെന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ തന്നെ ഒരു ഐശ്വര്യമാണ് ഈ അമ്പലം എന്ന് പറയുന്നത്. വളരെ നല്ല കോമ്പൗണ്ടും അന്തരീക്ഷവും ഉള്ള ഒരു അമ്പലം കൂടിയാണ്. അമ്പലത്തിൻ്റെ ചുറ്റുവട്ടവുമൊക്കെ വളരെ മനോഹരമായ ഒരു പ്രകൃതി രമണീയമായ പ്രദേശമാണ്. ഒരു പോസിറ്റീവ് എനർജി നമ്മളിവിടെ വരുമ്പോൾ തന്നെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അപ്പോൾ കൊടിമരത്തിലേക്ക് കൊടി ഉയർത്താനുള്ള സമയമായി. അത് തന്ത്രി തന്നെ ഉയർത്തി ഉത്സവം പഞ്ചവാദ്യങ്ങളോടുകൂടി വലിയ ആഘോഷങ്ങളോടുകൂടി ഉത്സവം കൊടിയേറുന്ന ഒരു ഐശ്വര്യ മുഹൂർത്തമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊടി ഏറിക്കഴിഞ്ഞു. ഇനി കൊടി അതിലേക്ക് ചുറ്റി കെട്ടുന്ന ഒരു ചടങ്ങാണ്. അതിന് വലം വെച്ച്
തന്ത്രി തന്നെ വലം വെച്ച് വന്ന് ആ കൊടിമരത്തിലേക്ക് കൊടിയുടെ കയറ് ഇങ്ങനെ കെട്ടി അതിനെ താഴെ കെട്ടുന്ന ഒരു ചടങ്ങാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഭക്തി നിർഭരമായ ഒരു ചടങ്ങ് തന്നെയാണിത്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ആ ഒരു അവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം, നമുക്ക് അമ്മയുടെ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ നാടിന് തന്നെ ഒരു ഐശ്വര്യമാണ് ഈ അമ്പലം. അത് ഭയങ്കര വിശ്വാസമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ജനങ്ങൾ വിശ്വസിച്ച് അത്രയും വിശ്വാസപൂർവമായി നടത്തുന്ന ഒരു ചടങ്ങ് തന്നെയാണ് ഇത്, ഈ കൊടിയേറ്റം. അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കഴിഞ്ഞു. കൊടിമരത്തിലേക്ക് കെട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് പൊങ്കാല അടുപ്പിലേക്ക് തീ കൊളുത്തുന്ന ചടങ്ങാണ്. ഇത് കഴിഞ്ഞ് മാത്രമേ പൊങ്കാല അടുപ്പിലേക്ക് തീ കൊളുത്തൂ. ഇത് അമ്മയുടെ രഥമാണ്. അമ്മ നാട് ചുറ്റുന്ന, ദേവി ചുറ്റുന്ന രഥമാണ്. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ഒരു പൂർണ്ണ രൂപമാണ്. ചുറ്റുവട്ടവും അതിൻ്റെ ഭാഗങ്ങളുമാണ്. ഇവിടെ അവസാന ദിവസം തൂക്ക മഹോത്സവമാണ്. തൂക്കം നേർച്ചയുള്ളവർ ഇവിടെ വന്ന് ഇത് പൊങ്കാല നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ മറ്റൊരു കോമ്പൗണ്ടിലാണ് പൊങ്കാല നടക്കുന്നത്. തൊട്ടടുത്ത് ഈ അമ്പലത്തോട് ചേർന്നുള്ള കോമ്പൗണ്ടിലാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ വന്ന് പൊങ്കാല അർപ്പിക്കുകയാണ് അമ്മയ്ക്ക്. അതിൻ്റെ ഭാഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊങ്കാല ഉത്സവം. പിന്നെ ഉടനെ തന്നെ അത് ഇതിലേക്ക് തീ പടർന്നു. പൊങ്കാല അടുപ്പിലേക്ക് തീ പടർന്ന് പൊങ്കാല ആരംഭിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമുക്കവിടെ ഡ്രിങ്ക്സൊക്കെ കിട്ടി. പിന്നെ ഉള്ളത് ഓട്ടംതുള്ളൽ നടക്കുകയാണ്. നമ്മൾ വളരെ റെയറായിട്ട് തന്നെ കാണാറുള്ളൊരു കലാരൂപമാണ് ഓട്ടംതുള്ളൽ. നമ്മളെ നാട്ടിൻപുറത്തൊക്കെ ഇപ്പോഴും തന്നെ വളരെ റെയറായിട്ടേ കാണാറുള്ളൂ. അപ്പോൾ അത് നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടെ അമ്പലത്തിൽ ആ സമയത്ത് ഓട്ടംതുള്ളൽ നടക്കുകയാണ്. വളരെ രസകരമായ ഒരു ഓട്ടംതുള്ളൽ, കുഞ്ചൻ നമ്പ്യാരെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കലാരൂപം. ഇന്ന് അന്യം നിന്ന് പോകുന്ന ഒരു കലാരൂപം. വളരെ മനോഹരമായിട്ട് കുറച്ച് നേരം നമ്മളത് കണ്ടിരുന്നു. കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് നമുക്ക് അവിടുത്തെ പൊങ്കാലയൊക്കെ നേദിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്.